ദൈവത്തിന് മഹത്വം. ഈ നല്ല ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് നസ്രയനായ യേശുവാണ്. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ ഈ ലോകത്തെ അവർ ആശ്രയിക്കാറുണ്ട്, സമ്പത്തിൽ ആശ്രയിക്കാറുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കാറുണ്ട്. അവർക്ക് ഏതൊക്കെ നിലയിൽ ആശ്രയം കണ്ടെത്താൻ കഴിയുമോ അതിലൂടെ എല്ലാം ആശ്രയം കണ്ടെത്തുവാൻ മനുഷ്യൻ തൻ്റെ സ്വന്തം ബുദ്ധിയിൽ അങ്ങനെ ചിന്തിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഈ സമയം അവർക്ക് പറയുവാൻ കഴിയും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നസ്രയനായ യേശുവാണ്. ഈ യേശുവിൽ ആശ്രയം കണ്ടെത്താമെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഇന്ന് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട്, കഷ്ടതയിൽ മാറിപ്പോകുന്ന ഒരു കർത്താവിനെയല്ല നാം സേവിക്കുന്നത്. കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവവേദന ഏത് സാഹചര്യത്തിലും അവർക്ക് നിൽക്കുവാൻ കഴിയും. അതാണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, എല്ലാവരും യേശുവിൻ്റെ അരികിലേക്ക് വരണം. അതാണ് യേശു ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ പുറകെ അല്ല നിങ്ങൾ പോകേണ്ടത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചില യുവ ജനങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ പുറകെ പോകുന്നവരല്ല, നിങ്ങൾ ലോകത്തിൻ്റെ പുറകെ പോകേണ്ടവരല്ല, യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടവരാണ്. പത്രോസ് ലോകത്തിൻ്റെ പുറകെ, ലോകത്തിൻ്റെ സുഖങ്ങൾ തേടി ഒരുപാട് യാത്ര ചെയ്തു. എന്നാൽ യേശു പത്രോസിൻ്റെ അരികിൽ വന്ന് തൻ്റെ ഹൃദയത്തോട് ഇടപെട്ടപ്പോൾ ആ പത്രോസ് യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ആരംഭിച്ചു. അനേക അത്ഭുതങ്ങൾ പത്രോസിലൂടെ ദൈവം ചെയ്തു. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരാരും പരാജയപ്പെട്ടു പോകത്തില്ല, ഉറപ്പ് തരാം. ഇന്ന് ഇവിടെ ഇരുന്ന് പാട്ടുകൾ പാടുമ്പോൾ, ഈ ദൈവവചനം പറയുമ്പോൾ, എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവം പറയാനുണ്ട്. ഈ യേശുവിനെ കണ്ടുമുട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരു യോഗ്യതയും പറയാനില്ല, യേശു എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് എനിക്ക് ആശ്രയമുള്ളതിൻ്റെ യേശുവിനെ മാത്രമാണ്. യേശുവിലൂടെയുള്ള ആശ്രയം ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ആരിലും ആശ്രയം വെക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാകണം. യേശുവിൽ മാത്രം ഞാൻ ആശ്രയിക്കും. യേശുവിലൂടെയുള്ള ആ ഒരു വലിയൊരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട്, ആ യേശുവിലൂടെയുള്ള ആനന്ദം കണ്ടെത്തി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മനോഹരമായൊരു ഗാനത്തിൻ്റെ ഈരടികൾ എന്നെ ആഴമായി സ്പർശിച്ച, എപ്പോഴും പാടുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു മനോഹരമായ ഗാനമുണ്ട്. ഈ ഗാനം ഇപ്പോൾ പാടാൻ പോവുകയാണ്. നിങ്ങൾക്കും ഈ ഗാനം ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറും. എന്നോടൊപ്പം ചേർന്ന് ഈ പഴയ വരികളൊന്ന് ചേർന്ന് പാടാം. ഈ വരികൾ ചേർന്നൊന്ന് പാടാം.
വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും പടമോ വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹ സഖിയ ഈ ലോക സഖി കളെല്ലാരും പോയാലും എൻ രക്ഷക എൻ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും എൻ രക്ഷകനായ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി ആ വരികളൊന്ന് ചേർന്ന് പാടി ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഈ വരികൾ പാടുമ്പോൾ തന്നെ ദൈവിക സ്പർശനം നിങ്ങൾ അനുഭവിക്കും. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ആശ്രയിക്കുവാൻ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ഹല്ലേലൂയ. എന്നേശു അല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ. എന്നേശു അല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ. വിശ്രാമം വേറെ ഈ പാരിലും പരത്തിലും നീ സ്തുല്യൻ പ്രിയൻ. എൻ രക്ഷക എൻ രക്ഷകായ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എൻ രക്ഷകായ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു നേരത്തും. എന്നാശ്രയം
എന്നേശു രക്ഷക, എന്നാശ്രയം എന്നാശ്രയം എന്നേശു രക്ഷക. നീ ജീവിക്കുന്ന താലേ ഞാനും ജീവിക്കും നിന്നിൽ. നിൻ സ്നേഹമാം കോടിക്കീഴിൽ ഞാൻ കാണുന്നു ജയം. എൻ രക്ഷക, എൻ രക്ഷകായ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി എനിക്കേതു. താങ്ക് യു ജീസസ്. എൻ രക്ഷക, എൻ ദൈവമേ, നീയല്ലാതില്ലാരും എന്നേശു എന്നേശു മതി എനിക്കേതു നേരത്തും. ഏത് നേരത്തും ഏത് സാഹചര്യങ്ങളിലും യേശുവേ, അപ്പാ നീ മതി, അപ്പാ നീ മതി. ഓ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ഏത് സാഹചര്യത്തിലും. ഹല്ലേലൂയ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാൻ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമൻ ദൈവമത്രേ. ഏതു സാഹചര്യത്തിലും യേശുവിനെ ആഴമായി സ്നേഹിക്കാം. ഏതൊരു സമയത്തും കർത്താവിനെ ആഴമായി സ്നേഹിക്കാം. ഭയമല്ല നമുക്ക് വേണ്ടത്, ആശ്രയമാണ്. ഭയം
പിശാച് കൊണ്ടുവരുന്നതാണ്. എന്നാൽ ആശ്രയം യേശുവിനുള്ളതാണ്. ഭയമല്ല നമുക്ക് വേണ്ടത്. ആരോടൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ഭയമല്ല വേണ്ടത്, ദൈവത്തിലുള്ള ആശ്രയമാണ്. യേശുവിനെ ആഴമായി സ്നേഹിക്കാം, യേശുവിനെ ആശ്രയിക്കാം, യേശുവിനെ മാത്രം ആശ്രയിക്കാം. എല്ലാ കാലത്തും ആശ്രയം വെക്കുവാൻ നല്ലൊരു സ്നേഹവാനായ യേശുവുണ്ട്. നമുക്കൊരുമിച്ച് ഒരു ഗാനത്തിൻ്റെ ഇരടികൾ പാടി കർത്താവിന് മഹത്വം കരേറ്റാം. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ. നമുക്കൊരുമിച്ച് പെറ്റ തള്ള കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കരേറ്റാം. ചേർന്ന് പാടാം. ഈ വരികൾ അറിയാവുന്നവർ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഏറ്റമുറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ ചാരിടും ഞാനവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടുവാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടുവാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയൻ തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഉർവിക്കദീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഉർവിക്കദീശൻ താൻ എന്നുടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലകിലവും
തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഓ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ രാജാതി രാജാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളിൽ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആശ്രയം വെക്കുന്നു. കർത്താവേ, അനേകർ യേശുവിനെ ആശ്രയിക്കുവാൻ ഭയമെല്ലാം മാറി യേശുവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കുന്ന ഒരു ദിനമായി മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പാ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നേ. ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആശ്രയം വെക്കുവാൻ ഒരേ ഒരിടം, അത് ഞങ്ങളുടെ യേശുവിലാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആശ്രയം വെക്കുവാൻ ഒരേ ഒരിടം, അത് ഞങ്ങളുടെ യേശുവിലാണ്. ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി രോഗമായി തീർന്നവൻ, കൈകാലുകളിൽ ആണിയടിച്ചപ്പോൾ, മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ, കണ്ണ് കെട്ടി അടിച്ചപ്പോൾ, നോക്കി നിന്നവരെല്ലാവരും പരിഹസിച്ചപ്പോൾ, ആ സമയമെല്ലാം യേശുവിൻ്റെ മുമ്പിൽ ഉള്ള ഒരേ ഒരു മുഖം എൻ്റെയും നിങ്ങളുടെയും മുഖമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? യേശുവിൻ്റെ വേദന സമയത്ത് ഒരു പരാതികളുമില്ലായിരുന്നു. തൻ്റെ പിതാവ് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും തോന്നിയില്ല. എന്നാൽ വേദന സഹിച്ച സമയത്ത് യേശുവിൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്ത എൻ്റെയും നിങ്ങളുടെയും മുഖമാണ്. ആ യേശുവിനെ നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ആ യേശുവിനെ വിട്ട് മാറിപ്പോകുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ അരികിലേക്ക് ഓടി വരാം. യേശുവിൽ നമുക്ക് ആശ്രയിക്കാം. ലോകത്തിലുള്ള എല്ലാ ആശ്രയങ്ങളും തീർന്നു പോകുമ്പോൾ ഒരിക്കലും തീരാത്ത ആശ്രയം യേശുവിലൂടെയുള്ള ആശ്രയമാണ്. അങ്ങനെ ആശ്രയിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കവാടം യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത് യേശു നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾ പള്ളിയിൽ പോകുന്നവരായിരിക്കാം, ഏതെങ്കിലും ആരാധനാലയങ്ങളിൽ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ അറിയാമായിരിക്കാം, പരിചയമുണ്ടായിരിക്കാം. അതുകൊണ്ട് ഒരിക്കലും യേശു നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്നില്ല. യേശുവിന് വേണ്ടി ഒരുപാട് നേർച്ചകളും കാഴ്ചകളും ഒക്കെ നിങ്ങൾ കഴിക്കുന്നവരായിരിക്കാം. എന്നാൽ അതൊന്നും യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ കഴിയത്തില്ല. ഈ സമയം, ഈ നമ്മൾ ഈ പാട്ട് പാടി നിർത്തിയ ഈ സമയം, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഏത് സാഹചര്യങ്ങളിലുമായിക്കോട്ടെ, നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി ഒന്ന് തുറന്നു കൊടുത്ത്, കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. എനിക്ക് നീ മാത്രമേ ഉള്ളൂ ആശ്രയം. വചനം ഇപ്രകാരം പറയുന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ എൻ്റെ സ്നേഹിതരെ, ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഒരു തീരുമാനമെടുക്കാം. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഇന്ന് ഈ സമയം തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും, യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ കവാടം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നു. നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. നീ എൻ്റെ രക്ഷകനായി എൻ്റെ കൂടെ വേണം. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ പതറിപ്പോകാതിരിക്കാൻ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,
ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇനിയും കൊടുക്കുവാൻ ആഗ്രഹമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിലെ മോഹങ്ങളിലൂടെ പോയി അവർ ജീവിതം നശിപ്പിക്കാതെ യേശുവിലേക്ക് കടന്നു വരുവാനും യേശുവിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നയിക്കുവാനും അവരെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. യേശുവിനെ ആഴമായി സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിയണം. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. ഈ വീഡിയോയിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.